ചിങ്ങമാസത്തിൽ നട്ട പയറുകളെല്ലാം വലുതായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് 3-4 ഇലകളൊക്കെ വന്നു. നല്ല മഴയായതുകൊണ്ട് മണ്ണെല്ലാം ഒഴിച്ചു പോയിട്ടുണ്ട്. നമ്മളിനി മണ്ണൊക്കെ കൂട്ടി കൊടുക്കുവാണ്. നല്ല മഴയായതുകൊണ്ട് നട്ട ചെടികളിൽ പകുതിയും ചീഞ്ഞു പോയിരുന്നു. ഈ മണ്ണുമാന്തി കൊണ്ടാണ് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ എല്ലാ വശത്തിൽ നിന്നും കോരി മണ്ണ് തണ്ടോട് ചേർത്ത് വെക്കുന്നു. ഇത് നമ്മൾ പയർ നടുമ്പോൾ തന്നെ നട്ട വെണ്ടത്തൈയാണ്. ഇത് നല്ല ഉഷാറായി വരുന്നുണ്ട്. ഇത് ഒരാഴ്ച മുമ്പ് നട്ട കക്കിരിയുടെ തൈയാണ്. പയർ നടുമ്പോൾ തന്നെ നട്ട തക്കാളി തൈകളാണിവ. ഇവയെല്ലാം വലുതായി പൊക്കം വെച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ തിരി നുള്ളിക്കൊടുക്കുകയാണ്. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ശാഖകൾ വരാൻ വേണ്ടിയാണ്. ഇതുപോലെ എല്ലാ തൈകളുടെയും തിരി നുള്ളിക്കളയാം. ഇവിടെ ഒരു തക്കാളി വാടി നിൽപ്പുണ്ട്. എന്തെങ്കിലും രോഗമായിരിക്കും. നമുക്കിത് പറിച്ച് കളയാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ചെടികൾക്കും കൂടി ഈ രോഗം പകരും. മുളകിൻ്റെ തൈയും അതുപോലെ തന്നെ കുമ്പളവും നന്നായി വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇതാണ് ചീരച്ചെമ്പ്. ഇത് നട്ടാൽ കുറേ ഉണ്ടാകും. ഇതിന് കായയില്ല. ഇതിൻ്റെ ഇലയാണ് തോരൻ വയ്ക്കുന്നത്. ഇത് താനെ മുളച്ചു വന്ന കാന്താരിയാണ്. ഇത് ഞാൻ നട്ട റോബസ്റ്റ് വാഴയായിരുന്നു. അത് കുലച്ചു. ഇത് ടെറസിൻ്റെ മുകളിലെ മുളകാണ്. ഇതിൽ നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും വലുതായി. ഇത്രയുള്ള വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.